എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കേക്കിനും അതുപോലെ പുഡിങ്ങിനും പിസയ്ക്കും ഒക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഒരു ചീസിൻ്റെ റെസിപ്പി നോക്കാം. ഈ ഒരു ചീസിൻ്റെ പേരാണ് മാസ്കർപോണി ചീസ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസിസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു മാസ്കർപോണി ചീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രീമാണ് വേണ്ടത്. ക്രീം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ പാൽപ്പാടയാണ്. അപ്പോൾ നിങ്ങൾ പാൽപ്പാട കുറച്ച് ശേഖരിച്ച് വെക്കുക. 1 കപ്പ് പാൽപ്പാടയ്ക്കുള്ള അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്രീം വാങ്ങിക്കാനില്ലെങ്കിൽ പാൽപ്പാട എടുക്കുക. പിന്നെ വേണ്ടത് നാരങ്ങ നീരാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് എടുക്കുന്നത്. ഈ ഒരു റെസിപ്പിയിലേക്ക് വിനീഗറിനെക്കാട്ടിലും ഏറ്റവും നല്ലത് നാരങ്ങ നീരാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചീസാക്കി മാറ്റുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്രീം എന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത് നമ്മുടെ പാൽപ്പാട തന്നെയാണ്. പാൽപ്പാടയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് അടിച്ച് ഇതുപോലെ ഒരു കുഴമ്പ് പരുവത്തിലുള്ള പാലാക്കി മാറ്റുക. അപ്പോൾ നമ്മളിവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് 250 മില്ലി ലിറ്ററിൻ്റെ ഒരു കപ്പാണ്. ഇത് നമ്മളൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കുറേശ്ശെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ചീസും ഉണ്ടാക്കുന്നത് ഈ ഒരു ഇതിലാണ്, പാല് പുളിപ്പിച്ചിട്ടാണ് ചീസ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, അരിയൊന്നും ഇല്ലാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ പാലിലേക്ക് നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ പിരിയുന്ന പോലെ ഇതങ്ങനെ പിരിഞ്ഞൊന്നും വരില്ല, നന്നായിട്ടൊന്ന് കുറുകിയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട്. അതുപോലെ പിരിഞ്ഞ് പനീർ പോലെ ഒന്നും വരില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൈ എടുക്കാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കറക്റ്റ് ഒരു 8 മിനിറ്റ് നമുക്കിത് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചീസ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ തണുപ്പിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുറച്ച് ഐസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിന് മുകളിലായിട്ട് വെച്ചിട്ടാണ് നമ്മളിത് തണുപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്, നല്ല കുറുകിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് തണുപ്പിക്കുന്നത് നോക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഐസ് കോൾഡ് വാട്ടറാണ്, അല്ലെങ്കിൽ ഐസ് വാട്ടർ എടുത്താലും മതിയാകും. അതിന് മുകളിലായിട്ട് വെച്ചിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് തണുത്ത് വരും. ഇളക്കിയൊന്നും കൊടുക്കണമെന്നില്ല. അപ്പം ഈ ഒരു ചീസ് നമുക്ക് കേക്കിനും പുഡിങ്ങിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പിസ്സയിലും ഒക്കെ ഇടാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഇത് മോസറല്ലയുടെ കൂട്ട് വലിഞ്ഞു വരുന്ന ഒരു ചീസല്ല. അതുപോലെ ഇത് നമുക്ക് ഡിപ്പിലൊക്കെ യൂസ് ചെയ്യാം. അതായത് ഗാർലിക് സോസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇടാം. അങ്ങനെ പല ഉപയോഗത്തിനും നമുക്കിത് എടുക്കാവുന്നതാണ്. ബ്രെഡിലൊക്കെ പുരട്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടിവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു വളരെ തിന്നായിട്ടുള്ളൊരു തുണിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കോട്ടൺ മുണ്ടാണ്. അപ്പോൾ കോട്ടൺ മുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ തോർത്തോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു അരിപ്പ, അതിലേക്ക് ഈ ഒരു തുണി ഒന്ന് വിരിച്ചു കൊടുക്കുക. തുണി ഞാനിവിടെ ഒറ്റ ലെയറിലാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ലെയറിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു തുണി ഒരു ലെയർ മതിയാകും. ഇനി കൂടുതൽ വലിയ ഹോളുള്ള തുണിയാണെങ്കിൽ ഒരു 2 ലെയറാക്കി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ തുണി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൂട്ട് നല്ല കുറുകി തന്നെയാണ് വന്നിരിക്കുന്നത്. അടിയിൽ അരിപ്പ വെച്ച് കൊടുക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമ്മളിനി ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ 24 മണിക്കൂർ ഇതിനി ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിക്കാം. ഈ ഒരു തുണി വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ദിവസം ഇത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴത്തേക്ക് ഈ ഒരു ചീസ് നല്ലതായിട്ട് സെറ്റായിട്ട് വരും. ഇപ്പോൾ ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കട്ടിയായിട്ടുള്ള ചീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പുഡിങ്ങിനും കേക്കിനും ഒക്കെ എടുക്കാവുന്ന ഒരു അടിപൊളി ചീസാണ്. അപ്പോൾ ഈ ഒരു തുണി ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റുമ്പോൾ തന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തിളക്കിയെടുക്കാനും പറ്റും. അതുപോലെ ഈ ഒരു ചീസിൽ ഒരുപാട് വെള്ളമൊന്നും താഴെ അടിഞ്ഞിട്ടില്ല. വളരെ കുറച്ച് മാത്രമാണ് വെള്ളം താഴെ അടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വെള്ളം നിങ്ങൾക്ക് താഴെ അടിയുകയാണെങ്കിൽ ആ ഒരു വെള്ളം നിങ്ങൾക്ക് കറിയിലൊക്കെ ഒഴിക്കാം, അത് കളയണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇത്ര മാത്രമാണ് വെള്ളം താഴെ അടിഞ്ഞിട്ടുള്ളത്.
ഈ ഒരു ചീസ് നമുക്ക് ഫ്രോസ്റ്റിങ്ങിന് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് മാത്രമായിട്ട് ഫ്രോസ്റ്റിങ്ങിന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഫ്രോസ്റ്റിങ്ങിൻ്റെ കൂടെ നമുക്കിത് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മളിത് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ ഒരു കേക്കൊക്കെ ഫ്രോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മാത്രമായിട്ടും എടുക്കാം, പക്ഷേ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വേണം. അപ്പോൾ ഇനി ഇത് എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് പാൽപ്പാടയ്ക്ക് ഇവിടെ നമുക്ക് 150 ഗ്രാം ചീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വേസ്റ്റേജ് ഒന്നും വന്നിട്ടില്ല. കറക്റ്റ് 150 ഗ്രാമിൻ്റെ ചീസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചീസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഇത് സൂക്ഷിക്കേണ്ട വിധം എന്ന് പറയുന്നത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ 3 മുതൽ 4 ദിവസം വരെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത് ഫ്രീസ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ഈ ഒരു ബട്ടർ സെപ്പറേറ്റ് ആയി പോവും. അതുകൊണ്ട് നോർമൽ ഫ്രിഡ്ജിൽ 4 ദിവസം വരെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്